ഗൈസ് നിങ്ങൾക്ക് ഞാൻ ഒരു സംഭവം കാണിച്ചു തരട്ടെ. വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. നമ്മൾ IRTCൻ്റെ കാര്യം ഒന്നും പറയില്ല ഇന്ത്യൻ റെയിൽവേയിൽ. ഞാൻ കച്ചിഗൂഡ എന്ന് വെച്ചാൽ കണ്ണൂർ ടു കച്ചിഗൂഡ ട്രെയിനിൽ 3rd AC എടുത്ത് ഏറ്റവും മുകളിൽ സീറ്റിലിരുന്ന് ഞാനൊരു ഫുഡ് എടുത്തിനു പോകുന്ന വഴിക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുഡിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരട്ടെ. ഇതാ കണ്ടോ, ഇതാണ് അവസ്ഥ. ഞാൻ എന്നാ പറയാ, ഒരു ഫുഡ് ഇതാ ആ ഒരു അറ്റത്ത്, ഏകദേശം ആ അറ്റത്ത് പോയി വെച്ചതിന് നോക്കിയാൽ സംഭവം കണ്ട. അതായത് ഇങ്ങനെ അവസ്ഥ ഉള്ളത്. ഇപ്പോൾ ഞാൻ എന്നതിനെ കുറിച്ച് പറയാം, എലി കടിച്ചു വെച്ചിട്ടുള്ളത്. ഞാനെന്താ ചോദിക്കുന്നവർക്ക് അറിയാം, എലി കടിച്ചു വെച്ചിട്ട്. IRTC എത്രത്തോളം ഈ 3rd ACയിലാണ് ഞാൻ ഇത്രയും പൈസ കൊടുത്ത് ട്രാവൽ ചെയ്ത്, എന്നിട്ട് ഇത്രയും നമുക്ക് ഫെസിലിറ്റി കിട്ടുന്നു. ഒരു ഫുഡ് സേഫ് ആയിട്ട് വെക്കാൻ കഴിയുന്നില്ല. എലി മുറിച്ച് വെച്ചിട്ട് ഇനി എങ്ങനെ ഞാൻ ഈ ഭക്ഷണം കഴിക്കും? എന്ത് ഇതിനെല്ലാം പറയാനില്ല, എന്ത് ഉത്തരം ഇതിന് കൊടുക്കണ്ടേ? ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇത്. എന്ത് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത്രയും ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ടാ? ഒരു കോപ്പിലും ഒരു ആവശ്യമില്ല കേട്ടോ. സത്യം പറയാൻ ഇത് വൻ ഷോക്കായി പോയി. ഒന്നും പറയില്ല, ഇത് കാണുമില്ലേ ഒന്നും. എനക്കൊന്നും വളരെ ഷോക്ക് അവസ്ഥ കേട്ടാ. എലി കടിച്ചു വെച്ചിട്ട് ഈ സാധനം, ബാക്കിയൊന്നും നമുക്ക് പറയാനില്ല.